ഞാൻ പണ്ട് ഒരാൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മൈൻഡിൽ നന്നായി റീറ്റെയിൻ ആവണമെങ്കില്, അല്ലെങ്കില് നമ്മള് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മള് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ, നമ്മളിതൊരു ആൾക്ക് പഠിപ്പിച്ചു കൊടുത്താ മതി. കാരണം എന്താന്ന് വെച്ചാ, ആ ആള് നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുംന്നും കൂടെയുള്ള രീതിയിലാണ് നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പൊ എനിക്കിവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. അപ്പോൾ IFRS 13 ഫെയർ വാല്യൂ. നമുക്ക് IFRS 13ന്റെ ഫെയർ വാല്യൂവിന്റെ ഡെഫിനിഷൻ വെച്ചിട്ട് തുടങ്ങാം. ഫെയർ വാല്യൂ ഡെഫിനിഷൻ വളരെ സിമ്പിളാണ്. അതായത് ദ പ്രൈസ് റിസീവ്ഡ് വെൻ യു സെൽ എൻ അസറ്റ് ഓർ ദ പ്രൈസ് പെയ്ഡ് വെൻ യു ട്രാൻസ്ഫർ എ ലയബിലിറ്റി, ദാറ്റ്സ് കോൾഡ് ഫെയർ വാല്യൂ. ആൻഡ് ഓൾ ഓഫ് ദിസ് ഹാപ്പൻസ് ആണ് മെഷർമെൻറ്റ് ഡേറ്റ്. എന്നാണോ നടക്കുന്നത് അതാണ് മെഷർമെൻറ്റ് ഡേറ്റ്. അപ്പം നമ്മളൊരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ ഒരു ലയബിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസ, ഇതാണ് ഫെയർ വാല്യൂ. പക്ഷെ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ ട്രാൻസാക്ഷൻ എന്താണെങ്കിലും, അതായത് നമ്മൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പൈസ, ഇതൊരു ഓർഡർലി ട്രാൻസാക്ഷൻ ആയിരിക്കണം. അതായത് ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം. ഇത് ഔട്ട് ഓഫ് ചാരിറ്റി നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കരുത്. ഈ ഓർഡർലി ട്രാൻസാക്ഷൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അതിനർത്ഥം പറയാൻ പറ്റുന്നത്, അത് ഒരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആയിരിക്കണം. അതിൻ്റെ പുറമെ തന്നെ ഇതൊരു മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ആയിരിക്കണം. ഒരു എൻറ്റിറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കരുത്. ആ എൻറ്റിറ്റി അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വൺ ടൈം ട്രാൻസാക്ഷൻ ആയിരിക്കരുത്. അങ്ങനത്തെ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇതിലേക്ക് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്ഷ്യൽ അല്ലാത്തൊരു ട്രാൻസാക്ഷൻ നമ്മൾ ഇതിലേക്ക് കൺസിഡർ ചെയ്താൽ, നമുക്കൊരു ഒരു ആക്യുറേറ്റ് ഫെയർ വാല്യൂ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫെയർ വാല്യൂവിൻ്റെ മീനിങ്. ഇതിൻ്റെ പുറമെ നമ്മുടെ ഈ അസറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലയബിലിറ്റിക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. ഇപ്പോൾ അസറ്റിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ അസറ്റ് നമ്മൾ ഈ അസറ്റിൻ്റെ കണ്ടീഷൻ, അതായത് ഇപ്പോൾ ഒരു കാർ എടുക്കുകയാണെങ്കിൽ ആ കാറിൻ്റെ പെയിൻറ്റിൻ്റെ അവസ്ഥ, അതിൻ്റെ എൻജിൻ്റെ കണ്ടീഷൻ്റെ അവസ്ഥ. ഇനി നിങ്ങളൊരു ലാൻഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്. ഈ ലാൻഡിൻ്റെ മേലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിൽ ഫാക്ടറി പണിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു സോർട്ട് ഓഫ് മാനുഫാക്ചറിങ് പ്രോസസ്സും അവിടെ നടത്താൻ പറ്റില്ല, ഒരു ഇൻഡസ്ട്രി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, സർക്കാർ പറഞ്ഞാൽ, അത് ഒരു റെസ്ട്രിക്ഷനാണ്. ആ അസറ്റിൻ്റെ മേലെ, ആ ലാൻഡിൻ്റെ മേലെ വരുന്നൊരു റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഇതാണ്, അതായത് ഒരു അസറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പൈസ, ഇതൊരു ഓർഡർലി ട്രാൻസാക്ഷൻ ആണ്, ഇതൊരു മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ അത് നടക്കുന്ന ഡേറ്റ്, മെഷർമെൻറ്റ് ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് ഫെയർ വാല്യൂ. ഈ അസറ്റിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതായത് ആ അസറ്റിന് മേലെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടാവും, ആ അസറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്, ആ അസറ്റിൻ്റെ ലൊക്കേഷൻ എന്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് അസറ്റ് അല്ലെങ്കിൽ ആ ലയബിലിറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. താങ്ക് യു.